നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന ചിത്രം യന്ത്രൻ 2.0 തിയേറ്ററുകളിലെത്തി. കൊട്ടും കുരവയും ഭീമൻ കട്ടൌട്ടുകളുമായി 4 മണിക്ക് ഫാൻസ് ഷോ ആരംഭിച്ചു. രജനീകാന്ത് ആരാധകരുടെ തിക്കും തിരക്കുമാണ് തിയേറ്ററുകളിൽ. കേരളത്തിലെ 450ഓളം സ്ക്രീനുകളിലാണ് ചിത്രം എത്തുന്നത്. ചിത്രം കേരളത്തിൽ വിതരണത്തിലെത്തിക്കുന്നത് മുളകുപാട ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പാലക്കാട്ട് നിന്ന്. പാലക്കാട്ടെ ആവേശം എങ്ങനെയുണ്ട് പ്രസാദ്? വലിയ ആവേശം തന്നെയാണ് രജനിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടൂവിന് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് പ്രിയ തിയേറ്ററിൽ. പാലക്കാട് നഗരത്തിൽ മാത്രം 5 തിയേറ്ററുകളിലാണ് ഫാൻസി ഷോ ഉള്ളത്. നിരവധി ആളുകൾ രാവിലത്തെ 4 മണിയുടെ ഷോയ്ക്ക് തന്നെ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ്. നമുക്ക് കാണാം, അതിന്റെ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയും. ഇത്രയും അധികം പ്രതീക്ഷയോടുകൂടി രജനീകാന്തിന്റെ ഒരു പടത്തിന് ഇത്രയും പ്രതീക്ഷയോടുകൂടി ഇത്രയും ആളുകൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കാരണം ഇപ്പോൾ ഇതിന്റെ ഇന്റർവെൽ സമയമാണ്. ഇപ്പോൾ നമുക്ക് ഇവരോട് എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പടം? പടം സൂപ്പർ, ഇതുവരെ സൂപ്പർ പടം, സൂപ്പർ പടം. നിങ്ങൾ പ്രതീക്ഷിച്ചൊക്കെ ഉയർന്നിരുന്നു? സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടി ഹൈ ലെവലിൽ വന്നിട്ടുണ്ട് പടം. ഒരു 8 വർഷത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ഒരുപാട് ടെക്നോളജി ലെവലിലും എല്ലാ കാര്യങ്ങളും സിനിമ വേറെ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ളും എന്താ പറയുക, എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. 8 വർഷത്തിന് ശേഷം ചിട്ടി എന്ന് പറയുന്ന ഒരു അടിപൊളി ക്യാരക്ടറാണ്. എല്ലാവരുടെ മനസ്സിലും കയറിയ ഒരു ക്യാരക്ടറാണ്. അത് 8 വർഷത്തിന് ശേഷം നമ്മുടെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇത്ര വയസ്സ് 68 വയസ്സായി ആൾക്ക്. മൂപ്പര് ഇപ്പോഴും ആ 18 കിലോ ആ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ എല്ലാവരും ആരാധകരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഫാൻസിനും ഈ ലോകത്തിലുള്ള എല്ലാ ഫാൻസിനും വേണ്ടിയിട്ട് അതിൽ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണു. സോ ആ ഒരു എഫേർട്ട് ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പടം സൂപ്പറാണ്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പടം സൂപ്പർ സൂപ്പർ പടം സൂപ്പർ. ഇത് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യം പറയുന്നത്. ഇതുവരെയുള്ള ഒരു വട്ടം കൂടി കാണണം. ഇത്രയും ഇടവേളയ്ക്ക് മുമ്പ്, അതായത് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വലിയ ആവേശം നിൽക്കുന്നു. ഇനി ഉള്ളത് ഭാഗമാണ്. അതോടൊപ്പം തന്നെ 7 മണിക്ക് ഇനിയും ഫാൻസി ഷോ ഉണ്ട്. ഇവിടുത്തെ നഗരത്തിൽ 5 തിയേറ്ററുകളിലും ഈ രജനി പടം കളിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ കേരളത്തിലുള്ള ഇത്രയും അധികം തിയേറ്ററുകളിൽ ഇറങ്ങുന്ന ഒരു സിനിമ, ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ആരാധകർ രജനിയുടെ ഈ പടത്തെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രസാദാണ് പാലക്കാട്ട് തിയേറ്ററിൽ നിന്നും ഏറ്റവും പുതിയ വിവരം നൽകിയത്. തിരുവനന്തപുരത്ത് ഏരീസ് തിയേറ്ററിൽ നിന്ന് ഗോപികയും പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്ന് ആണ് പ്രസാദ് ചേർന്നത്. ഇപ്പോൾ ഗോപിക ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഗോപിക, തിരുവനന്തപുരത്തെ ആവേശം എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, തിരുവനന്തപുരത്തും വലിയ ആവേശം തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. രാവിലെ 4 മണിക്കാണ് ഫാൻ ഷോകൾ ആരംഭിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിലാണ്. ഇവിടെ 4 മണിക്കാണ് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. ഇന്റർവെല്ല് കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങിയിരുന്നു. അവരോട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ള അഭിപ്രായം നമ്മൾ തേടിയിരുന്നു. ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നതല്ല, വളരെയധികം പ്രതീക്ഷയോടെ തന്നെ കാണേണ്ട സിനിമയാണ് എന്നാണ്. ഇവിടെ ഇപ്പോൾ ആദ്യ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് പൂർത്തിയായത്. വലിയ പ്രേക്ഷക പ്രീതി തന്നെയാണ് സിനിമയ്ക്ക് ഉള്ളത്. ഹൗസ്ഫുൾ ആണ് ചിത്രം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഗ്രാഫിക്സ് വർക്കുകളൊക്കെയാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിൽ 450 സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശനത്തിന് എത്തിയത്. ലോകമെമ്പാടും ഇന്ത്യയിൽ 1000 സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശനത്തിന് 7000 സ്ക്രീനുകളിലാണ് ഇന്ത്യയിൽ സിനിമ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തുന്ന സിനിമ എന്ന റെക്കോർഡ്, ഏറ്റവും വലിയ ബജറ്റിൽ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഒരുക്കിയ സിനിമ എന്ന റെക്കോർഡ് തുടങ്ങി വലിയ പ്രതീക്ഷകളുമായാണ് രജനീകാന്ത് അക്ഷയ് കുമാർ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഈ ഒരു സിനിമ റിലീസിനെത്തിയത്. കേരളത്തിൽ 450 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. സിനിമയുടെ ആദ്യ ഫാൻ ഷോ 4 മണിക്ക് തുടങ്ങിയ ഷോ ഇപ്പോൾ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങിയിരുന്നു. പ്രേക്ഷകർ വലിയ അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. ഗോപികയാണ് തിരുവനന്തപുരത്ത് നിന്നും ചിട്ടിയുടെ വിശേഷങ്ങളുമായി ചേർന്നത്. സ്ത്രീ പ്രവേശന വിഭാഗത്തെ തുടർന്ന് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പോലീസ് പൂർണ്ണമായും നീക്കി. കൂട്ടം കൂടി നാമം ജപിക്കാനും നടപ്പന്തൽ വിരിവെക്കാനുമുള്ള നിയന്ത്രണവും എടുത്തുകളഞ്ഞു. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രം ഇടപെടാനും പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
വിവരങ്ങളുമായി MR രാഗേഷ് ചേരുന്നു. രാഗേഷ്, നിയന്ത്രണങ്ങൾ നീക്കിയതോടെ ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്ന് കരുതാമോ? ഇന്ന് നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷമുള്ള സന്നിധാനത്തെ സാഹചര്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, നിയന്ത്രണങ്ങൾ നീക്കുമ്പോൾ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനുള്ളത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിനുള്ള ആശങ്ക, തീർത്ഥാടകർ എത്താതെ ആശങ്ക ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം നടവരവിലും അതുപോലെ തന്നെ അപ്പം അരവണ വിൽപ്പനയിലും വൻ ഇടിവാണ് ദേവസ്വം ബോർഡിനെ നേരിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം. എന്നാൽ ഇതിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 9:45 ദേവസ്വം ബോർഡ് അനൗൺസ്മെന്റിലൂടെ ഈ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതായി അറിയുന്നതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഇളവ് എന്ന് പറയുന്നത് വലിയ നടപ്പന്തലിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും വിരിവെക്കാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കും എന്നുള്ളതായിരുന്നു. കാരണം നേരത്തെ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം വലിയ നടപ്പന്തലിൽ വിരിവെക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ബാവരിനടയിൽ ബാരിക്കേഡ് കെട്ടിത്തിരിച്ചിരിക്കുന്ന ഭാഗത്ത് ബാരിക്കേഡ് മാറ്റാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് ഉള്ളത് നിരോധനാജ്ഞയ്ക്കുള്ളത്. നാളെ രാത്രി 12 മണി വരെയാണ് നിരോധനാജ്ഞ. ആ നിരോധനാജ്ഞ കഴിയുന്നതിനോടൊപ്പം തന്നെ പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയേക്കും. അതിന് മുന്നോടിയായിട്ട് ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ ഒരു ദിവസത്തേക്ക് ഈ നേരത്തെയുള്ള ടീം എന്തായാലും ഈ നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പുതിയ ടീം സന്നിധാനത്ത് ചുമതലയേറ്റ ശേഷം അവരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാടാണ് പോലീസിനുള്ളത്. കാരണം നാളെ അർദ്ധരാത്രി വരെയാണ് നിരോധനാജ്ഞയുള്ളത്. ഈ നിരോധനാജ്ഞ പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിന് ശേഷമായിരിക്കും പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ നിയന്ത്രണങ്ങൾ മൂലം ഭക്തർക്ക് തീർത്ഥാടകർക്ക് യാതൊരുവിധമായ അസൗകര്യങ്ങളും ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും തീർത്ഥാടകരുടെ എണ്ണം പുലർച്ചെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ നട തുറന്ന് ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുന്നു. ഈ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വലിയൊരു തിരക്കെന്നല്ല, തിരക്ക് ഒട്ടും തന്നെ സന്നിധാനത്ത് കാണാനില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി ഇപ്പോഴത്തെ സാഹചര്യം മാറി കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. രാഗേഷാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുടെ ആസ്ഥാനത്തും ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്താനാണ് UDF-ന്റെ തീരുമാനം. ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കും വരെ സമരം തുടരുമെന്നും UDF കൺവീനർ ബെന്നി ബെഹനാൻ അറിയിച്ചു. ശബരിമല സ്ത്രീ പ്രവേശന വിവാദം ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കും. സന്നിധാനത്തെ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നുമാണ് പ്രതിപക്ഷ ആവശ്യം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിലെ വീഴ്ചകളും പ്രതിപക്ഷം ഉന്നയിക്കും. പ്രളയാനന്തര പുനർനിർമ്മാണം സംബന്ധിച്ച് ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തും. യുവമോർച്ച യോഗത്തിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PS ശ്രീധരൻപിള്ള സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രസംഗം സമൂഹത്തിന്റെ ശാന്തത തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. തനിക്കെതിരെയുള്ള പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദുരുദ്ദേശപരമായി സംസാരിച്ചിട്ടില്ലെന്നുമാണ് ശ്രീധരൻപിള്ളയുടെ ഹർജി. കേസ് റദ്ദാക്കാനാവില്ലെന്നും പ്രസംഗത്തെ തുടർന്ന് ശബരിമല സന്നിധാനത്തടക്കം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. സുരേന്ദ്രനെതിരെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നായിരുന്നു സുരേന്ദ്രന്റെ അഭിഭാഷകന്റെ വാദം. ചിത്തിര ആട്ട പൂജ ദിവസം സന്നിധാനത്ത് എത്തിയ 52-കാരിയെ ആക്രമിച്ചതിന്റെ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ സുരേന്ദ്രൻ ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. PC ജോർജിന്റെ ജനപക്ഷവുമായി യോജിച്ച് മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് BJPയുടെ പുതിയ തന്ത്രം. കോട്ടയം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിലടക്കം ഇതുവഴി വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് NDAയ്ക്ക്. മുന്നണി ബന്ധത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് സഖ്യമായും തങ്ങൾ തയ്യാറാണെന്ന സന്ദേശം നൽകാനും BJP ലക്ഷ്യമിടുന്നു. PC ജോർജുമായുള്ള യോജിപ്പ് വഴി പല സാധ്യതകൾ BJP മുന്നിൽ കാണുന്നു. കോട്ടയം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിലുള്ള PC ജോർജിന്റെ സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കുക, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള MLA ഒപ്പം നിർത്തുക വഴി മുന്നണി സഖ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് ബന്ധത്തിനും തങ്ങൾ തയ്യാറാണെന്ന സന്ദേശം നൽകുക, ഇടത് വലത് മുന്നണികളിലുള്ള ചെറിയ വിഭാഗങ്ങൾക്കും നേതാക്കൾക്കും BJP സഹകരണത്തിന് വഴി തുറന്നിടുക, ചുരുങ്ങിയ പക്ഷം
കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഇതുവഴി കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. ശബരിമല സമരത്തോടെ പരമ്പരാഗത ഹൈന്ദവ വോട്ട് മേഖലയിൽ BJP കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. പക്ഷേ മുസ്ലിം, ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളിൽ BJPക്ക് ഒരു പ്രതീക്ഷയുമില്ല. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്ന മധ്യ തിരുവിതാംകൂറിൽ PC ജോർജിനെ മുൻനിർത്തി പുതിയ തന്ത്രം പയറ്റുകയാണ് ലക്ഷ്യം. ക്രിസ്ത്യൻ സമൂഹവുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം അടുത്ത ആഴ്ചയോട് ഉരുത്തിരിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയ പുതിയ മേഖലകൾ, ഹിന്ദു സാമുദായിക പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സംഘടനകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സാഹചര്യം BJPക്ക് പാർലമെൻറ്റ് സീറ്റുകൾ നേടിയെടുക്കാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുകയാണ്. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടമാകാൻ സാധ്യതയുള്ള ഇടത് വലത് മുന്നണി വിരുദ്ധ വികാരവും മധ്യ തിരുവിതാംകൂറിൽ പുതിയ നീക്കത്തിന് BJPയെ പ്രേരിപ്പിക്കുകയാണ്. അതേസമയം കാര്യമായ പങ്ക് വഹിക്കാനില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു പരീക്ഷണത്തിനും PC ജോർജ് തയ്യാറാണ് താനും. ഇതുവരെ ഇരു മുന്നണികളോടും ഒരു അകൽച്ച നിലനിർത്തിയ PC ജോർജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു വിലപേശലിനുള്ള വഴി തുറക്കാൻ ഇതുവഴി കഴിയുമെന്നും കരുതുന്നു. കന്യാസ്ത്രീക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി ഭീഷണി നേരിടുന്ന ജോർജ് BJPയോട് അടുക്കുന്നതിൽ മറ്റൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. 2.5 പതിറ്റാണ്ടിന് ശേഷം CK ജാനു വീണ്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകാനൊരുങ്ങുന്നു. NDA ബന്ധം അവസാനിപ്പിച്ച ജനാധിപത്യ രാഷ്ട്രീയ സഭ ഇടതുമുന്നണിയുമായി ചർച്ച പൂർത്തിയാക്കി. മുന്നണിയുടെ അന്തിമ തീരുമാനത്തിന് കാക്കുകയാണെന്നും ജാനു ന്യൂസ് 18നോട് പറഞ്ഞു. 2 വർഷത്തെ NDA ബന്ധം ഉപേക്ഷിച്ചാണ് CK ജാനു ഇടതുപാളയത്തിൽ ചേക്കേറാനുള്ള നീക്കം സജീവമാക്കിയത്. ആദിവാസി ഗോത്രമഹാസഭയിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രീയ സഭയിലേക്കുള്ള യാത്രയിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ CK ജാനുവിന്: പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കുക. NDA വഴി ഒരു രാജ്യസഭാ സീറ്റ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ബോർഡ്, കോർപ്പറേഷനുകളിലോ CK ജാനുവിന് അംഗത്വം ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. തുടർന്നാണ് CPI മുഖേന ഇടതുപക്ഷത്തോട് അടുക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ സഭ ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നതിനുള്ള അന്തിമ തീരുമാനം ഉണ്ടാകണം. LDFന്റെ ഭാഗത്തു നിന്ന് ഒരു 2 റൗണ്ട് ഇന്റേണൽ ടോക്ക്, ഒരു ചെറിയ ചർച്ച നടന്നിട്ടുണ്ട്. അതിലൊരു അന്തിമ തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത നാളുകളിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1982 വരെ CPM നിയന്ത്രണത്തിലുള്ള KSKTUവിൽ പ്രവർത്തിച്ചു. ശേഷം ഇക്കാലം വരെ പ്രധാന എതിരാളി CPM തന്നെയായിരുന്നു. സ്വത്വ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പും ജാനു മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനുള്ള പ്രായോഗിക പ്രശ്നങ്ങളും CPMഉം CK ജാനുവും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. ജാനു ഇടതുപക്ഷത്തെത്തുന്നതോടെ ആദിവാസി വിഷയങ്ങളിൽ കൂട്ടായുള്ള ഇടപെടലുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനും ജാനുവിന്റെ സൗഹൃദം അനിവാര്യവുമാണ്. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ശബരിമല വരുമാനത്തിൽ 25 കോടിയുടെ കുറവ്. മണ്ഡലകാലം തുടങ്ങി 11 ദിവസത്തെ വരുമാന കണക്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 60% കുറവുണ്ടായി. കഴിഞ്ഞ മണ്ഡലകാലത്ത് 11 ദിവസം കൊണ്ട് 41.7 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി 16.24 കോടി രൂപ മാത്രമാണ് കിട്ടിയത്. കാണിക്ക വരുമാനം പകുതിയായി കുറഞ്ഞു. 14.3 കോടി ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ 7.45 കോടി മാത്രമാണ് കിട്ടിയത്. അപ്പം അരവണ വിൽപ്പനയിലാണ് വലിയ കുറവുണ്ടായത്. അപ്പം വിൽപ്പന 5-1 അരവണ വിൽപ്പന 3-1 കുറഞ്ഞു. അരവണ വരുമാനത്തിൽ 12 കോടിയുടെ കുറവുണ്ടായി. 3.7 കോടി രൂപയുടെ അപ്പം വിറ്റ സ്ഥാനത്ത് ഇക്കുറി 61 ലക്ഷത്തിന്റെ വിൽപ്പന മാത്രമാണ് നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒഴിവുള്ള അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് ഇന്ന്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അംഗത്തിന്റെ ഒഴിവിലേക്കാണ് വോട്ടെടുപ്പ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി N. വിജയകുമാറിന്റെ വിജയമുറപ്പാണ്. ഹിന്ദു മതസ്ഥരായ നിയമസഭാ സാമാജികർക്കാണ് വോട്ടവകാശമുള്ളത്. സംസ്ഥാനത്തെ 39 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. ശബരിമല യുവതീ പ്രവേശന വിവാദം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവ ചർച്ചയായിരുന്നു. ശബരിമല വിവാദത്തിന്റെ പ്രതിഫലനം എങ്ങനെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇരുമുന്നണികളും BJP. 11 ജില്ലകളിലായി 27 പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 5 വാർഡുകളിലേക്കും പത്തനംതിട്ടയിൽ 2ഉം എറണാകുളം, തൃശൂർ, മലപ്പുറം നഗരസഭകളിൽ ഓരോ വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡിലേക്കും ഇന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രാദേശിക വിഷയങ്ങളെക്കാൾ ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശന വിധിയും തുടർന്നുള്ള പ്രതിഷേധങ്ങളുമായിരുന്നു. അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിന്റെ ഫലം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കിണവൂർ വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും BJPക്കും അഗ്നിപരീക്ഷയാണ്. വൈകിട്ട് 5 മണിക്കാണ് വോട്ടെടുപ്പ് സമാപിക്കുക. നാളെയാണ് വോട്ടെണ്ണൽ. ന്യൂസ് 18 തിരുവനന്തപുരം.
വിഭാഗീയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ താക്കീത്. നേതാക്കൾക്കിടയിലെ ചേരിതിരിവ് പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെടുമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കോടിയേരി പറഞ്ഞു. PK ശശി ഉന്നയിച്ച ഗൂഢാലോചനാവാദം അന്വേഷിക്കാൻ പ്രത്യേക കമ്മീഷൻ ആവശ്യമില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. PK ശശിക്കെതിരെയുള്ള നടപടി റിപ്പോർട്ട് ചെയ്യുന്നതിനായി ചേർന്ന CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കോടിയേരി ജില്ലാ നേതൃത്വത്തിന് താക്കീത് നൽകിയത്. PK ശശിക്ക് തെറ്റുപറ്റിയെന്ന് വ്യക്തമാക്കിയ കോടിയേരി ജില്ലയിൽ വിഭാഗീയത പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. പാലക്കാട്ടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ജില്ലാ ഘടകം മുൻകൈയെടുത്ത് ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PK ശശിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായെന്ന ആരോപണം തൽക്കാലം അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും കോടിയേരി യോഗത്തിൽ നിലപാടെടുത്തു. അങ്ങനെ പല ആക്ഷേപങ്ങളും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പരാതി കിട്ടി 3 മാസം കൊണ്ട് തീരുമാനം കൊടുത്തു. അത് ആവശ്യമായ പരിശോധന നടത്തിയിട്ടേ തീരുമാനം എടുക്കാൻ സാധിക്കും. ഏത് അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ വളരെ അവധാനതയോട് കൂടിയിട്ടേ ചെയ്യാൻ സാധിക്കും. ഏതൊരു കാര്യത്തിനും പാർട്ടിക്കകത്ത് കൊടുക്കേണ്ടുന്ന പരിഗണന എല്ലാവർക്കും കൊടുക്കും. ആ കാര്യം ഏത് ആക്ഷേപമായാലും അത് ആവശ്യമായ പരിശോധന നടത്തിയിട്ട് തീരുമാനം കൊടുക്കും. ശശിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന AK ബാലന്റെ ആവശ്യവും കോടിയേരി അംഗീകരിച്ചിരുന്നില്ല. ശശിയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിന്നു. എന്നാൽ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ ശശിയെ അനുകൂലിക്കുന്നവർ കടുത്ത അതൃപ്തിയിലാണ്. ന്യൂസ് 18 പാലക്കാട്. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി KT ജലീലിന്റെ ഓഫീസ് രേഖകൾ പുറത്തുവിടുന്നില്ലെന്ന് വിവരാവകാശ പ്രവർത്തകന്റെ പരാതി. നിയമന രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലാണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി KT ജലീലിന്റെ ഓഫീസ് വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. നിയമനം സംബന്ധിച്ച ഏതു രേഖകളും ആർക്കും പരിശോധിക്കാമെന്ന മന്ത്രി വെല്ലുവിളി മുഴക്കിയെങ്കിലും രേഖകൾ പുറത്തുവിടാൻ തയ്യാറല്ല. രേഖകൾ ആവശ്യപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും രേഖകൾ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. മന്ത്രിയുടെ ബന്ധുവിന് വിവാദ നിയമനം നൽകിയത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലാണ്. രേഖകൾ ഇവിടെയാണുള്ളതെന്ന മറുപടി സാങ്കേതികമായി ശരിയാണെങ്കിലും ഓൺലൈൻ ട്രാക്കിങ്ങിൽ ഫയൽ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണുള്ളതെന്ന് വ്യക്തമാണ്. നിയമസഭാ സമ്മേളന കാലയളവിൽ രേഖകൾ പുറത്തു വരരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഈ രീതിയിൽ മറുപടി നൽകുന്നതെന്നും വിവരാവകാശ നിയമപ്രകാരം ഇത് ശിക്ഷാർഹമാണെന്ന് അഡ്വക്കേറ്റ് DB ബിനു പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്നും ആർക്കും രേഖകൾ പരിശോധിക്കാമെന്ന് പറയുകയും മറുഭാഗത്ത് ഈ വിവരങ്ങൾ തരാതിരിക്കുകയും ചെയ്യുന്നു. ഇത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18 അനുസരിച്ച് വിവരാവകാശ കമ്മീഷന് നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മന്ത്രിയുടെ ബന്ധു KT അദീബിന് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായാണ് നിയമനം നൽകിയത്. വിവാദമായതിനെ തുടർന്ന് അദീബ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതു സംബന്ധിച്ച ഒരു രേഖകളും പുറത്തുവിടാൻ തയ്യാറാകാത്ത നടപടിയും പുതിയ വിവാദത്തിന് വഴി തുറക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. സിറോ മലബാർ സഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈദികൻ അഗസ്റ്റിൻ വട്ടോളിയെ പിന്തുണച്ച് കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം വൈദികരും കന്യാസ്ത്രീകളും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ സമരമെന്നും അതിനെ ചോദ്യം ചെയ്ത് അപലപനീയമാണെന്നും ഫോറം ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന കൂട്ടായ്മ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരാൾക്ക് നീതിക്ക് വേണ്ടിയാണ് സമരം ചെയ്തതെന്നും ദേശീയ കൺവീനർ ഫാദർ ജേക്കബ് പിനിക്ക പറമ്പിൽ, സെക്രട്ടറി സിസ്റ്റർ മഞ്ജു കുളപുറം എന്നിവർ പറഞ്ഞു. രാജ്യത്തെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ കർഷക സംഘടനകൾ ഡൽഹിയിൽ റാലി നടത്തും. 210 കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധം നടത്തുന്നത്. കാർഷിക കടമുക്തി നിയമം, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കൽ നിയമം എന്നിവ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി. ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് റാലി കാൽനട ജാഥകളുമായി കർഷകർ രാംലീല മൈതാനത്തെത്തും. നാളെ രാവിലെ പാർലമെന്റ് മാർച്ചും നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവർ പങ്കെടുക്കും. CBI ഡയറക്ടർ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയതിനെ ചോദ്യം ചെയ്ത് അലോക് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി കഴിഞ്ഞ ആഴ്ച പരിഗണിക്കാൻ നിശ്ചയിച്ചതാണെങ്കിലും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നതിൽ അതൃപ്തി അറിയിച്ച് മാറ്റിവെക്കുകയായിരുന്നു. മുദ്രവെച്ച കവറിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും അലോക് വർമ്മയുടെ അഭിഭാഷകൻ ഫാലി നരിമാൻ കോടതിയെ അറിയിച്ചിരുന്നു. സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്ന് വിരമിക്കും. 5 വർഷത്തെ സേവന കാലാവധിക്കിടെ 1035 വിധി ന്യായങ്ങൾ എഴുതിയെന്ന അപൂർവ നേട്ടവുമായാണ് കുര്യൻ ജോസഫ് പടിയിറങ്ങുന്നത്. 1035 വിധിന്യായങ്ങൾ. സുപ്രീം കോടതി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിധികൾ എഴുതിയ 10 ന്യായാധിപന്മാരുടെ പട്ടികയിൽ ഇടം. 5 വർഷവും
8 മാസവും നീണ്ട സേവന കാലാവധിക്ക് ശേഷം ജസ്റ്റിസ് കുര്യൻ ജോസഫ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്നത് അപൂർവ നേട്ടങ്ങളുമായാണ്. ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരിൽ ഒരാൾ. മുത്തലാഖ്, ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ എന്നിവ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചതും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്ഥാനക്കയറ്റത്തിന് ക്രീമിലെയർ മാനദണ്ഡം ശരിവെച്ചതും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉൾപ്പെട്ട ഭരണഘടനാ ബെഞ്ചാണ്. എന്തുകൊണ്ട് വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ചെഴുതിയ വിധിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കാര്യകാരണ സഹിതം വ്യക്തമാക്കി. കുടുംബത്തർക്ക വിവാഹമോചന കേസുകളിൽ നിയമത്തെക്കാൾ മനുഷ്യബന്ധങ്ങളിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ മുൻ മാതൃകകൾ ഇല്ലാത്തതാണ്. കുടുംബത്തിലെ തർക്കം പരിഹരിച്ചതിന് ഒരു മകൻ കോടതിക്ക് അയച്ച നന്ദിക്കത്തും വിധിന്യായത്തിന്റെ ഭാഗമായി. വിരമിച്ച ശേഷം സർക്കാർ പദവികൾ ഏറ്റെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ശബരിമലയിൽ സുരക്ഷാ ജോലിക്കായി ആയിരക്കണക്കിന് പോലീസുകാരുണ്ടെങ്കിലും തീർത്ഥാടകരുടെയും പോലീസുകാരുടെയും എല്ലാം ശ്രദ്ധാകേന്ദ്രം ഒരാളിലാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മിന്നും താരമായ IM വിജയനാണ് പോലീസ് യൂണിഫോമിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഇത് 3ാം തവണയാണ് സർക്കിൾ ഇൻസ്പെക്ടറായ IM വിജയൻ മണ്ഡലകാല ഡ്യൂട്ടിക്കായി ശബരിമലയിൽ എത്തുന്നത്. മല കയറിയെത്തുന്ന തീർത്ഥാടകർ ശരംകുത്തിയിലെത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിൽക്കും. പോലീസ് യൂണിഫോമിൽ വയർലെസ്സുമായി നിൽക്കുന്ന ആളിനെ എവിടെയോ കണ്ട് പരിചയം പോലെ. തിരിച്ചറിഞ്ഞാൽ പിന്നെ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുമോ എന്നുള്ള അയ്യപ്പന്മാരുടെ റിക്വസ്റ്റാണ്. തീർത്ഥാടകരോടൊപ്പം സെൽഫി എടുക്കുമ്പോഴും കുശലം പറയുമ്പോഴും IM വിജയൻ തനി തൃശൂർ ഗഡിയാകും. 3ാം തവണയും അയ്യപ്പ സന്നിധിയിൽ ക്രമസമാധാന ചുമതലയുമായി വന്ന IM വിജയന് ഇത്തവണത്തെ തീർത്ഥാടനത്തെപ്പറ്റി പറയാൻ ഇത്രമാത്രം. ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം 3 കൊല്ലം അയ്യപ്പന് മുന്നിൽ ഒന്ന് ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ല. സന്തോഷമാണ്. കാരണം ശബരിമലയിൽ ഒന്ന് ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അയ്യപ്പ ഭക്തനാണോ എന്ന് ചോദിച്ചാൽ മറുപടി പോസ്റ്റിലേക്ക് പായുന്ന പന്തിന്റെ കൃത്യതയോടെ. തീർച്ചയായിട്ടും ഞാൻ എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് പറഞ്ഞ കഴിഞ്ഞ കൊല്ലം കെട്ടെടുത്തിട്ട് വന്നത് ഞാനല്ലോ. ഞാൻ ചെറുപ്പത്തിലെ നീലിമല വഴിക്കൊക്കെ കരിമല വഴിക്ക് നടന്നു വന്നിട്ടുള്ള അച്ഛൻ്റെ കൂടെ, പിന്നെ അമ്മയുടെ കൂടെ എല്ലാ കൊല്ലം വരാറുള്ളതാണ്. ഇതിനിടെ ഒപ്പമുള്ള പോലീസ് ട്രെയിനികളുമായി കുശലാന്വേഷണവും സെൽഫി എടുക്കലും. ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നതിനിടെ ഒരു കുട്ടിയയ്യപ്പനൊപ്പം സെൽഫി. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ കളിക്കളത്തിന്റെ ലോകത്തേക്കാണ്. IG മനോജ് എബ്രഹാം സ്പോർട്സ് ഓഫീസറായി മലപ്പുറത്ത് നടക്കുന്ന പോലീസ് ഗെയിംസിന്റെ തിരക്കുകളാണ് IM വിജയനെ കാത്തിരിക്കുന്നത്. പോലീസ് യൂണിഫോമിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള പരിഭവം IM വിജയൻ മറച്ചുവെക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭയങ്കര മോശം റിസൾട്ടാണ്, എല്ലാവർക്കും അറിയണതാണ്. കാരണം അവർ ചീറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ കളീനെ സംബന്ധിച്ചാണ് ചീറ്റ് ചെയ്യുന്നത് സപ്പോർട്ടേഴ്സിനാണ്. കാരണം കേരളത്തിൽ ഇത്രയധികം സപ്പോർട്ടേഴ്സ് ഇന്ത്യയിൽ വേറെ എവിടെയില്ല, പ്രത്യേകിച്ച് നമ്മുടെ അവിടെ കൊച്ചിയിൽ. അനുഭവങ്ങൾ പങ്കുവച്ച് 18ാം പടിക്ക് താഴെ നിന്ന് ഔഷധവെള്ളവും കുടിച്ച് IM വിജയൻ വീണ്ടും ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകളിലേക്ക്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, ന്യൂസ് 18, സന്നിധാനം.